അത് പറയുന്ന സന്ദർഭത്തിൽ അവസാനമായിട്ടൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, നമ്മുടെ ജീവിതകാലത്ത് ആദ്യമേ എല്ലാം എഴുതി രേഖപ്പെടുത്തിയത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയായത്. ഭൗതികവാദികളുടെ സ്ഥിരം ചോദ്യമാണത്. എല്ലാം ആദ്യമേ എഴുതി രേഖപ്പെടുത്തിയത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആയത്. ഇതേ രൂപത്തിലുള്ള വിഡ്ഢി ചോദ്യങ്ങൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്. അതായത് ഞാൻ മദ്യപാനിയായത് എൻ്റെ കാരണമല്ല, മറിച്ച് ഞാൻ മദ്യപാനിയാകുമെന്ന് ആദ്യമേ എഴുതി രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ മദ്യപാനിയായത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിൽ രേഖപ്പെടുത്തിയത് കൊണ്ടല്ല നമ്മൾ അതേ രൂപത്തിലായത്, മറിച്ച് നമ്മൾ അത് ചെയ്യുന്നത് കൊണ്ടാണ് അതിൽ രേഖപ്പെടുത്തിയത്. അതാണ് തിരിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ആ രേഖയിൽ നീ ജനിക്കുന്നതിന് മുമ്പ് രേഖപ്പെടുത്തിയത് കൊണ്ടല്ല നീ അങ്ങനെ ആയത്, മറിച്ച് നീ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അതിൽ രേഖപ്പെടുത്തപ്പെട്ടത്. അത് തിരിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഞാൻ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് കാലില്ല. അതുകൊണ്ടാണ് ആദ്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിജ്ഞാനം സൂചിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിധി എഴുതുന്നത് അല്ലെങ്കിൽ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന് കാലമില്ല. അപ്പൊ മുൻകൂട്ടി എന്ന് പറയുന്ന സന്ദർഭത്തിൽ അത് തന്നെ തെറ്റാണ്. അതായത് മുൻകൂട്ടി എന്നുള്ളത് വരാനുള്ള ഭാവി കാലമാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം കാലമില്ല. നമ്മൾ കാലം എന്നുള്ള ഒരു ഗ്ലാസ്സിലൂടെ നോക്കുന്ന സന്ദർഭത്തിലാണ് ഇതേ രൂപത്തിലുള്ള തെറ്റിദ്ധാരണ നമുക്ക് വരാനുള്ള കാരണം. ആ തെറ്റിദ്ധാരണ 100% മാറ്റാനും സാധ്യമല്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബുദ്ധിയുടെ പരിമിതി നമ്മൾ അംഗീകരിച്ചേ തീരൂ.